പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക്, ഈ അത്ഭുത അൾത്താരയിലേക്ക്, ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുക. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ വയ്ക്കുന്ന എല്ലാ നിയോഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളും ആദിവ്യാധികളും രോഗങ്ങളും തളർച്ചകളും സാമ്പത്തിക മേഖലയിലെ കെട്ടുകളും നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും സങ്കടപ്പെടുത്തുന്ന തളർത്തുന്ന എല്ലാ തിന്മകളെയും, സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങളെയും, കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയും, നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയും, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുക. കർത്താവ് ഇന്ന് വളരെ ശ്രദ്ധാലുവാണ്. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ തൻ്റെ മുൻപിലേക്ക് വരുന്ന എല്ലാ മക്കളെയും അവരുടെ തലമുറകളെയും അനുഗ്രഹിക്കുന്നതായി കാണുകയാണ്. വലിയ അഭിഷേകമാണ് ഇന്ന് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ഇന്നേ ദിനം ലഭിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുനീര് ഒപ്പിയെടുക്കാനും നിങ്ങളുടെ ചങ്കിടിപ്പുകൾ തൻ്റെ നെഞ്ചോട് ചേർക്കാനും ഇതാ കർത്താവ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കടന്നു വരികയാണ്. വിശ്വാസം നഷ്ടപ്പെടുന്ന യുവജനങ്ങൾ, പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടാതെ തളർന്നു പോകുന്ന യുവതിവാക്കന്മാർ, തെറ്റായ ബോധ്യങ്ങൾക്കും ആത്മാവിലുള്ള മന്ദതയ്ക്കും വെളിച്ചം കിട്ടാതെ, ജ്ഞാനം കിട്ടാതെ, അറിവ് കിട്ടാതെ തകർന്നിരിക്കുന്ന ആ യുവതിവാക്കന്മാരുടെ മേൽ കർത്താവ് കടന്നു വരിക. ഞങ്ങൾക്കറിവുണ്ടെന്ന് മേനി നടിക്കുന്നവർ ഈ ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുക. അതിനപ്പുറം കാണാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഉൾക്കണ്ണ് പലരുടെയും അടക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തങ്ങൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ, തങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഈ കഴിവ് ഒരു സിദ്ധിയാണ്. ഇത് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്, ഇതൊരു അഭിഷേകമാണ്. എളിമപ്പെടുമ്പോഴാണ് ഇത് ലഭിക്കുന്നത്. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ എളിമയെ കാണുന്നു, നിങ്ങൾ കൊടുക്കുന്ന സമയത്തെ കാണുന്നു. ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു മിഷൻ തീഷ്ണത, ആ വചന പ്രഘോഷണത്തിനുള്ള നിങ്ങളുടെ തീഷ്ണത കാണുകയും നിങ്ങളുടെ മക്കളെയും തലമുറകളെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമുക്ക് ലഭിച്ച വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനമാണ്. നിങ്ങളുടെ രക്ഷകനും ഇസ്രയേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളെ അയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മനെ വിളിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കപ്പെടുന്ന ഓരോ നിയോഗങ്ങൾ, എഴുതപ്പെട്ടിരിക്കുന്ന നിയോഗങ്ങൾ, കൺവെൻഷനിലൂടെ നൽകപ്പെടുന്ന നിയോഗങ്ങൾ, കത്തുകളിലൂടെ വരുന്ന നിയോഗങ്ങൾ, യൂട്യൂബിലൂടെ വരുന്ന നിയോഗങ്ങൾ, കർത്താവ് യേശുവേ പരിശുദ്ധാത്മാവിനെ അയച്ച് ആ നിയോഗങ്ങളുടെ മേൽ ഇടപെടണമേ. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ, വിളിച്ച യേശുവേ, 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 യേശുവേ. നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. Nel nome del Padre, del Figlio, dello Spirito Santo. Sangue di Cristo, unigenite del Padre, libera questo popolo. ഈ ജനത്തെ അവിടുന്ന് വിടുതൽ കൊടുക്കണമേ. Sangue di Cristo, verbo incarnato, salva questo popolo, libera questo popolo, കൊറീഷി questo popolo. ദൈവജനത്തിന് രോഗശാന്തി കൊടുത്തും
വിടുതൽ കൊടുത്തും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സാങ്കുതി ക്രിസ്തൊക്കെ കർത്താവിന്റെ തിരുശരീരത്തിൽ നിന്ന് മുൾമുടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന തിരുരക്തത്തിന്റെ ശക്തിയാൽ ഈ ജനത്തിന് വിടുതലും സൗഖ്യം കൊടുക്കണമേ. സാങ്കുതി ക്രിസ്തു നെല്ലുക്കരിസ്തിയ ബെവെന്തെ ലവാക്രുദെല്ലാനിമ സാങ്കുതി ക്രിസ്തു വിഞ്ചിത്തോറ് del demoni sangue di Cristo aiuto degli oppressi sangue di Cristo conforto del pianto libera questo popolo da ogni male. Gesù Salvatore, Signore mio, Dio mio, e con il sacrificio della croce tu ci hai redenti, tu ci hai sconfitto il potere di Satana. Ti prego di liberare da questo popolo da ogni presenza malefica, da ogni influenza del maligno. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ തിരുരക്തത്തിന്റെ മുദ്ര കൊണ്ട് സാത്താനും അവന്റെ സകല ശക്തികളും യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, പെരുമ്പാവൂർ കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം അടുത്ത ചൊവ്വാഴ്ച വൈകുന്നേരം ഈ ദേവാലയത്തിൽ നടക്കുന്ന ഡെലിവറൻസിന്റെ പിശാച് ബഹിഷ്കരണത്തിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ യാത്രാവേളകളെല്ലാം സമർപ്പിക്കണം. അടുത്ത ചൊവ്വാഴ്ച ഇവിടെ വരുന്ന എല്ലാ മക്കളുടെ മേൽ സാത്താന്റെ സകല കെട്ടുകളും, പിശാചിന്റെ സകല കെട്ടുകളും, രോഗത്തിന്റെ സകല കെട്ടുകളും യേശു നാമത്തിൽ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഈ ദേവാലയം അത്ഭുത ദേവാലയമായി മാറുക. വിശുദ്ധ അന്തോനീസിന്റെ അത്ഭുത തിരുശേഷിപ്പിലൂടെ അനേകായിരങ്ങളെ കർത്താവ് സ്പർശിക്കുക, അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്നവരെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നിങ്ങൾ എഴുതി അയക്കുന്ന ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, ദൈവമാതാ കത്തീഡ്രൽ, കോൺവെന്റ് റോഡ്, കോഴിക്കോട് 32. ഇതാണ് നിങ്ങൾ നിയോഗങ്ങൾ എഴുതി അയക്കാനുള്ള അഡ്രസ്സ്. പ്രിയപ്പെട്ട മക്കളെ, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വന്ന് ഓട്ടോ വിളിച്ചാൽ മതി. ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ഈശോ അൽത്താരയിൽ കാത്തിരിക്കുന്നു.